ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നിന് പറ്റിയ സൺസ്ക്രീൻസ് ആണെന്ന് പറയുന്നത്. എൻ്റെ ഒരു ഡ്രൈ സ്കിൻ ആണ്, സോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്ത ചില സൺസ്ക്രീൻസ് ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ഈസ് ബൈലൂമ സൺസ്ക്രീൻ. ഇത് ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ആണ്, അതായത് UVA UVB കവർ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ വിസിബിൾ സ്പെക്ട്രത്തിനെയും കവർ ചെയ്യുന്നുണ്ട്. PA വാല്യൂ 4+ ആണ്, SPF 50 ഉണ്ട്. വളരെ നല്ലൊരു സൺസ്ക്രീൻ ആണ്, പ്രത്യേകിച്ച് മെലാസ്മ പോലുള്ള പേഷ്യൻസിനും നല്ലതാണ്. ലോഷൻ ടൈപ്പാണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് വൈറ്റനിങ് പോലത്തെ ഒരു ഫീൽ ഉണ്ട്, നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് സ്വെറ്റ് ഓർ വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല, സോ നല്ല സ്വെറ്റ് ചെയ്യുന്ന ആളുകൾക്കും റെയിനി സീസണിലും അത്ര സ്യൂട്ട് ആവുന്നതല്ല. സെക്കൻഡ് ഈസ് ഫോട്ടോസ്റ്റേബിൾ ML ജെൽ. ഇത് SPF 55 ആണ്, PA 4+ ഉണ്ട്, വാട്ടർ ആൻഡ് സ്വെറ്റ് റെസിസ്റ്റൻറ്റ് സൺസ്ക്രീൻ ആണ്. വളരെ നല്ലൊരു ഫീലാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓയിലി ആയിട്ട് തോന്നുന്നുണ്ട്. തേർഡ് വൺ യുവിഡോ ഡീറ്റാൻ ലോഷൻ. ഇതും ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ആണ്, SPF 50 ഉണ്ട്, PA വാല്യൂ 4+ ഉണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് ഓൾ സ്കിൻ ടൈപ്സിന് സ്യൂട്ട് ആവുന്നതാണ്, അത് കറക്റ്റാണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹൈഡ്രേറ്റിംഗ് ഫീൽ ഉണ്ട്, ലോങ് ലാസ്റ്റിംഗ് ആണ്, ഓക്കെ, ഗുഡ് സൺസ്ക്രീൻ ആണ്. ഫോർത്ത് ഈസ് വെനൂസിയ സൺ അക്വ. ഇതും ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ആണ്, SPF 65 PA വാല്യൂ 4+ ഉണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിനാണ് ഇത് സ്യൂട്ടബിൾ ആവുന്നതാണ്. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഡ്രൈ സ്കിന്നാണ്, വല്ലപ്പോഴും ഒരു ആക്നെ ബ്രേക്കൗട്ട്സ് ഉണ്ടാവുന്നതാണ്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സൺസ്ക്രീനാണ്. ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഒരു റിച്ച് ഹൈഡ്രേറ്റിംഗ് ഫീൽ ഉണ്ട്, ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്ന ഒരു സൺസ്ക്രീനാണ്. വളരെ നല്ലൊരു സൺസ്ക്രീനായിട്ട് എനിക്ക് തോന്നിക്കുന്നത്. ലാസ്റ്റ്ലി ഒലിസോഫ് ലൈറ്റ്. ഒലിസോഫ് ലൈറ്റ് ആക്ച്വലി ഒരു മോയ്സ്ചറൈസറാണ്, പക്ഷേ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറായ SPF 50+ഉം PA വാല്യൂ 4+ഉം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു മോയ്സ്ചറൈസർ വിത്ത് സൺസ്ക്രീനാണ് നിങ്ങൾ നോക്കുന്നത്, അഫോർഡബിൾ പ്രൈസിലാണെങ്കിൽ നിങ്ങൾക്ക് ഒലിസോഫ് ലൈറ്റ് ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കും.